നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സൂര്യൻ ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. സൂര്യനെ ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് ആദിത്യൻ എന്നാണ്. ആദിത്യൻ ലഗ്നം മുതൽ 2-ാം ഭാവത്തും 3-ാം ഭാവത്തും 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരവരുടെ ജാതകത്തിൽ സൂര്യൻ എത്രാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. ഈ ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ആദിത്യൻ ലഗ്നത്തിൽ നിന്നാൽ തലമുടി കുറഞ്ഞവനായും പ്രവൃത്തികളിൽ മടിയുള്ളവനായും കോപിയായും ക്രൂരതയും ഔന്നത്യവും അഭിമാനവും ദൃഷ്ടികൾക്ക് രൂക്ഷതയും ശരീരത്തിന് കൃശത്വവും ശൂരനായും ക്ഷമയും ദയയും ഇല്ലാത്തവനായും ഭവിക്കും. 2-ാമിടത്താണ് ആദിത്യൻ നിൽക്കുന്നതെങ്കിൽ 2-ാമിടം എന്ന് പറയുന്നത് 2-ാം ഭാവമാണ്. ലഗ്നം കഴിഞ്ഞ് വരുന്ന 2-ാമത്തെ ഭാവം. ആദിത്യൻ 2-ാം ഭാവത്തിൽ നിന്നാൽ ധനവും വിനയവും വിദ്യയും ഇല്ലാത്തവനായും ദാനശീലമുള്ളവനായും ശത്രുക്കളെ സേവിക്കുന്നവനായും മുഖരോഗമുള്ളവനായും രാജാവിനാലോ കള്ളന്മാരാലോ അപഹരിക്കപ്പെട്ട ധനത്തോടു കൂടിയവനായും തീരും. 3-ാമിടത്ത് ആദിത്യൻ നിന്നാൽ പശു വൃഷഭാദി സമ്പത്തുകളാലും പരാക്രമവും ഐശ്വര്യവും ബലവും സൗന്ദര്യവും സുഖവും ത്യാഗശീലവും ഉള്ളവനായും ശത്രുക്കളെ ജയിക്കുന്നവനായും ഭവിക്കും. ആദിത്യൻ 3-ൽ നിന്നാൽ സഹോദര നാശമുണ്ടാവും. എന്നാൽ ആ ദോഷം അധികവും ജ്യേഷ്ഠ ഭ്രാതാവിനാണ്. 4-ൽ ആദിത്യൻ നിന്നാൽ ഹൃദ്രോഗമുള്ളവനായും സുഖവും ഭൂസ്വത്തും ബന്ധുക്കളും വാഹനവും ഇല്ലാത്തവനായും പരസ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനായും അധമ രാജാക്കന്മാരെ ആശ്രയിക്കുന്നവനായും 2 ഭവനങ്ങളുള്ളവനായും പിതൃസ്വത്തിനും അല്ലെങ്കിൽ പൂർവ്വസ്വത്തിനും ഹാനിയെ ചെയ്യുന്നവനായും ഒരിക്കലും മനസുഖമില്ലാത്തവനായും ഭവിക്കും. 5-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ സുഖവും ധനവും ബന്ധുക്കളും ആയുസ്സും പുത്രന്മാരും കുറഞ്ഞിരിക്കുന്നവനായും ഏറ്റവും ബുദ്ധിമാനായും രാജപ്രിയനായും വനവാസിയായും തീരും. 6-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ സമ്പത്തും വിജയവും യശസ്സും ഉള്ളവനായും ഏറ്റവും കാമിയായും ജഠരാഗ്നി വർദ്ധിച്ചവനായും പ്രഭുവായും പടനായകനായും ഏറ്റവും ഗുണവാനായും ഭവിക്കും. 7-ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ കുൽസിത ശരീരനായും തോൽവിയുള്ളവനായും കോപമുള്ളവനായും വ്യാധികളാൽ പീഡിതനായും കളത്ര സുഖമില്ലാത്തവനായും സഞ്ചാരിയായും രാജകോപത്താൽ പീഡിതനായും മാനമില്ലാത്തവനായും ഭവിക്കും. 8-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ കണ്ണിന് രോഗമോ മറ്റ് വൈകല്യമോ ഉള്ളവനായും ധനവും ആയുസ്സും ബന്ധുക്കളും കുറഞ്ഞിരിക്കുന്നവനായും എപ്പോഴും തോൽക്കുന്നവനായും കലഹപ്രിയനായും
ഒരിക്കലും തൃപ്തിയില്ലാത്തവനായും ദുഃഖിതനായും ഭവിക്കും. 9-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ പുത്രന്മാരും സമ്പത്തും ബന്ധുക്കളും ഉള്ളവനായും ദേവന്മാരിലും ബ്രാഹ്മണരിലും ഭക്തിയുള്ളവനായും സ്ത്രീകളെയും പിത്രാദി ഗുരുജനങ്ങളെയും ദേഷിക്കുന്നവനായും ധർമ്മമില്ലാത്തവനായും ഭവിക്കും. 10-ാം ഭാവത്തിൽ ആദിത്യൻ നിന്നാൽ പിതൃസ്വത്തും ബലവും വിദ്യയും യശസ്സും ബുദ്ധിയും വാഹനങ്ങളും ഉള്ളവനായും പ്രഭുത്വമുള്ളവനായും ഏറ്റവും തേജസ്വിയായും തുടങ്ങുന്ന കാര്യം പൂർത്തീകരിക്കുന്നവനായും ഏറ്റവും സുഖിയായും ഭവിക്കും. 11-ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ വളരെ ധനവും പുത്രന്മാരും ഭാര്യയും യശസ്സും വിദ്യയും ആയുസ്സും ഉള്ളവനായും ഏറ്റവും പ്രഭുവായും നല്ല ഭൃത്യന്മാരോട് കൂടിയവനായും ഏറ്റവും കർമ്മകുശലനായും വളരെ തേജസ്സും സ്വശക്തിയും ഉള്ളവനായും ഭവിക്കും. 12-ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ കണ്ണിന് വൈകല്യമുള്ളവനായും പുത്രന്മാരും ധനവും ഇല്ലാത്തവനായും പിതാവിന് വിരോധിയായും ബലഹീനനായും പതിതനായും വൃഥാ വഴി നടക്കുന്നവനായും അംഗഹീനനായും ദുസ്വഭാവമുള്ളവനായും ഭവിക്കും. ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ ആദിത്യൻ നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത്. തുടർന്നും ഒരുപാട് വീഡിയോസുകൾ ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ വഴി വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.